മനുഷ്യന്റെ മനസ്സിൽ ഏത് വിഷമം വന്നാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും മറ്റൊന്നും പരിഹാരമായി കാണുന്നതിന്റെ മുമ്പ് നിസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇരുത്തമുണ്ട്. നമസ്കാരത്തെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ ടെൻഷനുകളൊക്കെ റബ്ബിനോട് പറയുന്ന, എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ പറയുന്ന വല്ലാത്തൊരു മനസ്സമാധാനവും റാഹത്തും തനിക്ക് നൽകുന്ന അവസരമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കുന്ന നേരമായാൽ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ഈ പ്രകാരം പറയുന്നതായി ചില റിപ്പോർട്ടുകളിൽ കാണാം. യാ ബിലാൽ, യാ ബിലാൽ, ഓ ബിലാലേ, അഖിമിസ്സലാ, നിസ്കാരത്തിന് ഇഖാമത്ത് വിളിക്കൂ ബിലാലേ, അരിഹ്നാ ബിഹാ, അതുകൊണ്ടൊന്നും ആശ്വാസം കിട്ടട്ടെ. അപ്പൊ നിസ്കാരം എന്തിനുള്ളതാണ്? റാഹത്ത് പോകാനുള്ളതല്ല, റാഹത്ത് വരാനുള്ളതാണ് നിസ്കാരം. ടെൻഷൻ അകറ്റാനുള്ളതാണ് നിസ്കാരം. കാരണം അതിൽ അഫ്ളലു ദിക്റായ വിശുദ്ധ ഖുർആനുണ്ട്, അതുപോലെ തന്നെ അഫ്ളലു ദിക്റായ ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ട്, മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഷഹാദത്തിന്റെ പ്രഖ്യാപനമുണ്ട്, തസ്ബീഹുകളുണ്ട്, തഹ്ലീലുകളുണ്ട്, തക്ബീറുകളുണ്ട്, ദുആകളുണ്ട്, മുസ്തഫായുടെ മേൽ മനസ്സറിഞ്ഞുകൊണ്ട് സ്വലാത്ത് സലാമുകൾ പറയലുണ്ട്. എല്ലാം ഉള്ളടങ്ങിയിട്ടുള്ള ആ നിസ്കാരം നിർവഹിക്കുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? അരിഹ്നാ ബിസ്സലാ, അരിഹ്നാ ബിഹാ, ഇഖാമത്ത് വിളിക്കൂ ബിലാലേ, മനസ്സിന് ശാന്തി കിട്ടട്ടെ. നിസ്കരിക്കുമ്പോൾ നല്ല റാഹത്താണ്, നല്ല സമാധാനമാണ്. ഏത് ടെൻഷനുണ്ടോ നിങ്ങൾ നിസ്കരിച്ചു നോക്ക്, അതിലെല്ലാം ഉണ്ട്. അത് കൃത്യമായി മനുഷ്യന്റെ മനസ്സിൽ, അവന്റെ ജീവിതത്തിൽ, അവന് അനുഭവത്തിൽ ബോധ്യമാകുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ലിമാ ഫീഹാ, ആ നിസ്കാരത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് മിൻ മുനാജാത്തില്ലാ, അല്ലാഹുവിനോടുള്ള സ്വകാര്യ സംഭാഷണമാണത്. കൈകെട്ടിയിട്ട് റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അടക്കം പറയാണ്, സ്വകാര്യം പറയാണ്, ഇഷ്ടപ്പെട്ടവനോട് നമ്മൾ കാര്യങ്ങൾ പറയാണ്. അതേപോലെ തന്നെ വറാഹത്തിൽ റൂഹി വൽ ഖൽബി, മനുഷ്യന്റെ ഹൃദയത്തിന്, അവന്റെ ആത്മാവിന് നല്ല ആശ്വാസം പകരുന്ന കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ മുസ്തഫ നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞപ്പോ വജുഇലത്ത് ഖുർറത്തു ഐനി ഫിസ്സലാ, എന്റെ കണ്ണിന്റെ കുളിർമ എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് നിസ്കാരത്തിലാണ്.